എബ്രായ ഭാഷയിൽ നായ്ക്ക് ഖലേഫ് എന്ന് ഏകവചനത്തിന് ഉപയോഗിക്കും, ബഹുവചനത്തിന് കെലാവീം എന്നുപയോഗിക്കും. ഗ്രീക്കിൽ കുവോൻ, കുനാറിയോൻ, നായ്ക്കുട്ടി. മനുഷ്യൻ ഇണക്കിയെടുത്ത മൃഗങ്ങളിൽ ഒന്നാമത്തേതാണ് പട്ടി. എല്ലാ പട്ടികളുടെയും പൂർവികൻ ചെന്നായിയാണ്. മലിനവസ്തുക്കൾ നീക്കം ചെയ്യുവാനുള്ള ഉപകരണമായിട്ടാണ് ബൈബിൾ നാടുകളിൽ പട്ടിയെ കരുതിയിരുന്നത്. ശുദ്ധിയില്ലാത്ത മൃഗമാണ് നായ്. അതിനെ തൊടുന്നവൻ അശുദ്ധനായിത്തീരും. പട്ടണമതിലുകൾക്ക് വെളിയിൽ മലിനവസ്തുക്കളും ശവങ്ങളും ഭക്ഷിക്കുവാൻ കാത്തുകിടക്കുന്ന പട്ടിയെയാണ് എബ്രായയിലെ ഖലേവും ഗ്രീക്കിലെ കുവോനും സൂചിപ്പിക്കുന്നത്. അന്യനാടുകളിൽ പട്ടികളെ ആദരപൂർവ്വം കരുതി വന്നു. കനാന്യ സ്ത്രീ യേശുവിനോട് സൂചിപ്പിച്ചത് വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയെ ആയിരിക്കണം. മത്തായി 15:26. സഭയുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന യഹൂദ്യ ഉപദേഷ്ടാക്കന്മാരെ നായ്ക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. പുതിയ യെരുശലേമിൽ നിന്ന് നായ്ക്കളെ ഒഴിവാക്കിയിട്ടുമുണ്ട്. വെളിപ്പാട് പുസ്തകം 22:15, ആവർത്തനം 23:18 വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് എന്ന് കൽപ്പിക്കുന്നുണ്ട്. ഈ 2 സ്ഥാനങ്ങളിലും സന്ദർഭവും ആശയവും അനുവദിക്കുന്നതിനനുസരിച്ച് നായ്ക്കൾ പുരുഷവേശ്യകളായിരിക്കാനാണ് സാധ്യത.